നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ രക്തപതാകകൾ ചെങ്കടലാകുന്നു. നിങ്ങളുയർത്തിയ മുദ്രാവാക്യം കാറ്റായൊഴുകുന്നു. നിങ്ങളുയർത്തി 13 ജില്ലാ കേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്കും ഓട്ടോ ടാക്സി തൊഴിലാളികളുടെ വലിയ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ആ സംഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് ഓട്ടോ ടാക്സി തൊഴിലാളി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ കലക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കെല്ലാം അറിയുന്നത് പോലെ രാജ്യത്തിനകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 തവണകളായി 8 രൂപയോളം ഇപ്പൊ തന്നെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. പെട്രോളിയം കമ്പനി തന്നെ 15 രൂപയോളം വർദ്ധിപ്പിക്കണമെന്നുള്ള ശുപാർശയാണ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു പരിശോധന നടത്തുമ്പോൾ ലോകരാജ്യങ്ങളിൽ തന്നെ ക്രൂഡ് ഓയിലിന് മാർച്ച് 10 ശേഷം വലിയ രീതിയിൽ വിലക്കുറവാണ് രാജ്യത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബാരലിന് $110-115 ഉണ്ടായിരുന്ന വില ഇന്നേക്ക് 83.2% എത്തി നിൽക്കുകയാണ്. പ്രക്ഷോഭങ്ങൾ നമ്മുടെ രാജ്യത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. എന്നാലും മുതലാളിത്ത രാജ്യങ്ങൾ, പ്രത്യേകിച്ച് അമേരിക്ക, US പോലുള്ള അമേരിക്ക ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. താൽക്കാലികമായി ഒരു ഒത്തുതീർപ്പ് നടന്നുവെങ്കിലും സൗകര്യം സുഗമമാക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ വില വർധനവ് കുറഞ്ഞു എന്നുള്ളതാണ് പത്രങ്ങളിലൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഈ വർദ്ധിപ്പിച്ച ഇന്ധന ചാർജ് ഇന്ന് തന്നെ കുറക്കാതെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന മോട്ടോർ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇന്ന് ഇന്ത്യ രാജ്യത്തിനകത്ത് ഉള്ളത്. നമുക്കറിയാം, സാധാരണ ചില വിലക്കയറ്റം നമ്മുടെ രാജ്യത്തായും ഒരാളായും അതുപോലെ തന്നെ സംസ്ഥാന ഫെഡറേഷന്റെ കോൺഫെഡറേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ TK രാജേട്ടനാണ്. രാജേട്ടനെ ഈ സമരത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. PR റഹ്മാൻ, വിനോദ്, P രാഘവൻ ഉൾപ്പെടെയുള്ള എല്ലാ സഖാക്കളെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരത്തിൽ എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി ചേർന്ന നിയമപാലകർ, ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിയമപാലകരോടും അതുപോലെ തന്നെ ഇവിടെ ഭരണം നിയന്ത്രിച്ച് മുന്നോട്ട് വരുന്നവരോടും പറയുന്നതിന് വേണ്ടിയാണ് ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ എല്ലാ ഉൽപ്പന്നങ്ങളുടെ സെസ് ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം ചെയ്തവരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഭരണം കിട്ടിയപ്പോൾ പിന്നീട് സെസ് ഒഴിവാക്കണമെന്നുള്ള യാതൊരു തീരുമാനവുമില്ല. അതുകൊണ്ടാണ് തൊഴിലാളികൾ പറയുന്നത്, നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ, നിങ്ങൾ ഉന്നയിച്ച മുദ്രാവാക്യങ്ങൾ ഞങ്ങൾ പറയുന്നു, അത് നടപ്പിലാക്കാൻ നിങ്ങൾ തയ്യാറാകണം. തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സെസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു കളയാൻ വേണ്ടി തീരുമാനമെടുക്കണം. കേന്ദ്ര ഗവൺമെന്റ് യാതൊരു ദാക്ഷിണ്യവുമല്ലാതെ വിലവർധനം വരുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് വേണ്ട എന്ന് വെക്കുന്നതിന് തയ്യാറാകണം. വെറും പരസ്യം കിട്ടുന്നതിന് വേണ്ടി ബസ്സിൽ സ്ത്രീകൾ പരസ്യം ഭരണമെന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുത്തു കഴിഞ്ഞാൽ കേവലം തുച്ഛമായ തുകയാണ് അവരവന്റെ ജീവനോപാധിയായി ഓട്ടോറിക്ഷ ഓട്ടിച്ച് ജീവിക്കുമ്പോൾ ലഭ്യമാകുന്നു. വലിയ ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് വരുമാനത്തിൽ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നത്, ഈ ഗവൺമെന്റ് ഒന്നുകിൽ ഞങ്ങളുടെ ചാർജ് പുനഃക്രമീകരിക്കണം, പുതുക്കി നിശ്ചയിക്കണം. 2022 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ചാർജ്
പുതുക്കി നിശ്ചയിച്ചത്. അതിനുശേഷം ഒരു കമ്മീഷനെ വെച്ച് 2-3 മാസക്കാലം മുമ്പേ ഇലക്ഷൻ വരുന്നതിന് മുമ്പേ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പോവുകയും അതോടൊപ്പം തന്നെ വർദ്ധിപ്പിക്കുവാൻ തീരുമാനിക്കുകയും ചെയ്തിരുന്നതാണ്. നിരവധി നിവേദനങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം വീണ്ടും നിവേദനങ്ങൾക്ക് പുതിയ സർക്കാരിന് ഒരു മറുപടിയുമില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ്റെ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം അനുസരിച്ചാണ് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മുമ്പിൽ ഇതുപോലുള്ള ആയിരക്കണക്കായ നൂറുകണക്കായ തൊഴിലാളികൾ പങ്കെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ മാർച്ചും തങ്ങി നിൽക്കുന്നത്. ഈ സമരം ഒരു ധർമ്മസമരമാണ്. പക്ഷെ കേരളത്തിലെ ഗവൺമെൻറ് എല്ലാ സമരങ്ങളെയും കാണുന്നത് അക്രമ സമരത്തിൻ്റെ രൂപത്തിലാണ്. കഴിഞ്ഞ 1 മാസക്കാലമായി നമ്മൾ കേരളം കണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷത്തിലായി 2 ദേശീയ പണിമുടക്കങ്ങളും മോട്ടോർ രംഗത്ത് 9 സമരങ്ങൾ നടത്തിയ സംഘടനയാണ് ഞങ്ങളുടെ സംഘടന. അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ സമരത്തെ നേരിടാൻ യുദ്ധസന്നാഹമായ നിലയിലാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് ഇപ്പോൾ ആക്റ്റീവ് ചെയ്യുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളിപ്പോൾ വന്നപ്പോൾ കണ്ടു ബാരിക്കേഡും പോലീസും വലിയ സംവിധാനമാണ്. കഴിഞ്ഞ 1 മാസം മുമ്പ് ഇതേ പോലീസാണ്, ഇതേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കേരളത്തിൽ പോലീസിൻ്റെ പണിയെടുത്തത്. അന്നൊന്നും ഇല്ലാത്ത തരത്തിൽ ഇങ്ങനെ സംവിധാനത്തിലേക്ക് അവർ നിർബന്ധിക്കപ്പെട്ടത് അവരെ ഞങ്ങൾ കുറ്റം പറയുന്നില്ല. കേരളത്തിലെ പോലീസിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ആഭ്യന്തര വകുപ്പിൻ്റെ ഒരു പൊതു നിലപാട് തൊഴിൽ സമരങ്ങളോട് എത്രത്തോളം അസഹിഷ്ണുതയാണ്. ഞങ്ങളിവിടെ വന്ന് കലാപം ഉണ്ടാക്കാനോ കലക്ട്രേറ്റിൽ കയറി അക്രമം നടത്താനോ വന്നവരല്ല. ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഗവൺമെൻറ് ശ്രദ്ധപ്പെടുത്താനുള്ള ജനാധിപത്യപരമായ ഇടപെടൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഞാൻ ആമുഖമായി സൂചിപ്പിക്കുന്നത് സമരത്തോട് ഈ സർക്കാരിൻ്റെ പൊതു സമീപനം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ജനപീരങ്കിയുമായിട്ട് എല്ലാ സ്ഥലത്തും പോകുന്നത് ഇരിക്കട്ടെ. ന്യായമായ സമരം ഞങ്ങൾ പറയുന്നത് വെറുതെ അല്ലല്ലോ. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ ലോകത്ത് ഇപ്പോൾ ചർച്ചപ്പെടുന്ന വിഷയം എന്താ? വിലക്കയറ്റമാണ്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്താകെ പ്രശ്നമുണ്ട്. ക്രമാതീതമായ വിലക്കയറ്റം. നിത്യോസാധനത്തിന് വില കയറുന്നു, എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില കൂടുന്നു. അതിൻ്റെ ഭാഗമായി മനുഷ്യൻ്റെ വരുമാനം കുറയുന്നു, ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉൽപ്പാദനം കുറക്കുന്നതിൻ്റെ ഭാഗമായി ഫാക്ടറികൾ അടച്ചുപൂട്ടുന്നു. ഫാക്ടറി അടച്ചുപൂട്ടുമ്പോൾ ഫാക്ടറിയിലെ തൊഴിലാളിക്ക് ജോലി നഷ്ടപ്പെടുന്നു. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വരുമാനം പോലും നിഷേധിക്കപ്പെടുന്നു. അക്ഷരാർത്ഥത്തിൽ വലിയ ഗൗരവതരമായ പ്രതിസന്ധി ലോകമാകെ നേരിടുകയാണ്. ഇവിടെ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നം ഇന്ധന വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. ഞങ്ങളിത് പറയുന്നത് ഇന്ധന വിലക്കയറ്റം ഒരു കേവലം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഭാവന വിലാസമല്ല, രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റ് രാഷ്ട്രീയ നിലപാടുമായി ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ഒരു ഏർപ്പാടേ ഉണ്ടായില്ല. വർധനം 106 രൂപ വന്നപ്പോൾ പെട്രോളിന്റെ വില നിന്നു. അന്താരാഷ്ട്ര മാർക്കറ്റിൽ പശ്ചിമേഷ്യ യുദ്ധം വന്നു, അന്താരാഷ്ട്ര മാർക്കറ്റ് വില കൂടി കുറഞ്ഞു. ഒരു നടപടി ഉണ്ടായി. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് എണ്ണവില കൂട്ടിയാൽ വോട്ട് കുറയും. ഒരു അക്ഷരം മിണ്ടാതെ മോഡി കമ്പനിയോട് പറഞ്ഞു പാടില്ല. 5 സംസ്ഥാന തെരഞ്ഞെടുപ്പിന് ഫലം വന്നു. വെസ്റ്റ് ബംഗാളിൽ BJP ജയിച്ചു, ഭരണാധികാരം പിടിച്ചെടുത്തു. ഈ കേരളത്തിൽ 3 സീറ്റ് കിട്ടി. അഹങ്കാരം കൂടി. ഞങ്ങൾ എന്ത് ചെയ്താലും ജനങ്ങൾ ഞങ്ങളോടൊപ്പമാണ്. ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞുടനെ 2016 മുതൽ BJP ഭരിക്കല്ലേ, 12 കൊല്ലമായി. ഇലക്ഷൻ കഴിഞ്ഞുടനെ നോക്കൂ, വളരെ പെട്ടെന്ന് ഒരാഴ്ചക്കുള്ളിൽ എത്ര തവണ? 3 തവണ പെട്രോളിന്റെ വില 8 രൂപ കൂട്ടി. പാചക ഗ്യാസിന്റെ വില 932 രൂപ വരെയായി. ഇപ്പോൾ കമേഴ്ഷ്യൽ സെല്ലിന്റെ ഭാഗമായി 1000 രൂപ കൂട്ടി. നമ്മുടെ സംസ്ഥാനത്തെ ഹോട്ടൽ അടച്ചു, നമ്മുടെ രാജ്യത്തെ ഹോട്ടൽ അടച്ചുപൂട്ടപ്പെട്ടു. കേരളത്തിൽ ധാരാളം ഹോട്ടൽ അടച്ചുപൂട്ടു. അന്യസംസ്ഥാന തൊഴിലാളി 25 ലക്ഷം. കുറെ ആൾക്കാർ നാട് വിട്ടു പോയി, നാട്ടിലേക്ക് തിരിച്ചുപോയി. കിട്ടുന്ന വരുമാനോട് ഗ്യാസ് വാങ്ങാൻ സാധിക്കില്ല, ഭക്ഷണം കിട്ടുന്നില്ല, പെട്ടിക്കടയിൽ പോയ ചായ കിട്ടാനില്ല. അതിന്റെ ഭാഗമായി ക്രമാതീതമായ വിലക്കയറ്റം. പാചക ഗ്യാസിന്റെ വില കൂടുതലിന്റെ ഭാഗമായി ചായക്ക് ഇപ്പോൾ 15 രൂപയായി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചാർജ് വർദ്ധിപ്പിക്കുന്നത് വെറുതെ പറയുന്നതല്ല. ഇന്ധന വിലക്കയറ്റം മാത്രമല്ല, ജീവിത ചെലവ് കൂടി. ഈ പാവപ്പെട്ട തൊഴിലാളി ഒരു ദിവസം 4 ചായ കുടിക്കണ്ടേ? ഉച്ചഭക്ഷണത്തിന് പോകാൻ നേരം കിട്ടില്ല. 4 ചായ കഞ്ചിരിപ്പത്ത് 20 രൂപ കൂടി. കടിയുടെ വില കൂടി കൂട്ടിക്കഴിയുമ്പോൾ ഒരു മിനിമം ചാർജിന്റെ പൈസക്ക് ചായ കുടിക്കാൻ കഴിയുന്നില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് വിലക്കയറ്റത്തിന് പ്രത്യാഘാതം അതിരൂക്ഷമായി. നമ്മുടെ രാജ്യത്തിന്റെ വിലക്കയറ്റത്തിന് തോന്നി ഇന്നത്തെ പത്രത്തിൽ 9.38%. നാളെ ഇതുവരെ ഇല്ലാത്ത ഒരു വിലക്കയറ്റം. ചരക്ക് കടത്ത് കൂടി, റെയിൽവേ ചാർജ് കൂടി, വിമാനത്തിന്റെ ടിക്കറ്റ് കൂടി. ഇതെല്ലാം വരുമ്പോൾ ഇനിയിപ്പോൾ ബസ് ചാർജ് കൂടാതെ ഒരു അടി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഓട്ടോ ടാക്സി ഇതിനകത്ത് കൂടിയേ പറ്റൂ. അങ്ങനെ കൂടുമ്പോഴും ചെലവ് കൂടും. ഇതിനകത്ത് കയറാൻ വരുന്നത് പ്രമാണിമാരല്ല. ഞങ്ങൾ ഓട്ടം കുറയും, ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ചാർജ് കുറച്ചാൽ ഓട്ടം കുറയും. പക്ഷെ പറയാതിരിക്കാൻ സാധിക്കുമോ? ജീവിക്കണ്ടേ?
സൂചിപ്പിക്കുന്നത് എണ്ണവരയുടെ വർത്തമാനം വരെ യുദ്ധം വന്നതല്ലേ. പിന്നെ എങ്ങനെയാ കൂടാതിരിക്കുക? ഇന്ന് യുദ്ധം അവസാനിച്ചു. ഇന്ന് ക്രൂവിന്റെ വില വീണ്ടും കുറഞ്ഞു. നാളെ കുറക്കോ പെട്രോളിന്റെ വില? പ്രിയപ്പെട്ടവരെ, കുറക്കില്ല. ഈ പെട്രോൾ വിലക്കരുത് പുറകിൽ ഒരു രാഷ്ട്രീയമുണ്ട്, സാമ്പത്തിക രാഷ്ട്രീയമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് പെട്രോളിന്റെ വില തീരുമാനിക്കുന്നത് ഇപ്പോൾ ഗവൺമെന്റ് ഇല്ല. സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നതിന് ഫണ്ട് കണ്ടെത്തണം. KSRTC നഷ്ടം കൊടുക്കണം. 3070 കോടി രൂപയുടെ പദ്ധതിയാണ് 1000 രൂപയുടെ പെൻഷൻ. 3070 കോടിയുടെ പദ്ധതി നിർത്തലാക്കുന്നു. അപ്പുറത്ത് കൊടുക്കുന്നത് കൊല്ലം 875 കോടിയാണ്. നിങ്ങൾ കൂട്ടി കോടി 2900 കോടി രൂപ BDC ലാഭം. പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർക്ക്, അമ്മമാർക്ക് വീട്ടിൽ കിട്ടുന്ന പെൻഷൻ റദ്ദാക്കി അതേ സ്ത്രീകൾക്ക് ഇപ്പുറം സൗജന്യയാത്ര കൊടുക്കുന്നു. ഒരു മെയിൻ അടിക്കാണ്. ഞങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യയാത്ര കൊടുത്തില്ലേ? വോട്ട് ചെയ്യുമ്പോൾ ആരും സ്ത്രീകളും ആലോചിച്ചില്ല. ഇത് പറയുന്നത് കോൺഗ്രസ് എന്നാണോ, കോൺഗ്രസിന്റെ നയം എന്താണെന്നും മനസ്സിലാക്കാൻ ഞങ്ങളെന്ന് പറഞ്ഞു തട്ടിപ്പാണ്, ജനങ്ങളെ പറ്റിക്കാനാണ്. ഓരോന്നോരോ നിർത്തിയാണ്. പാവപ്പെട്ട കുടുംബത്തിന്റെ ലൈഫ് പദ്ധതി നിർത്തിയില്ലേ? പ്രഖ്യാപിച്ചില്ലേ? അതിവേഗ റെയിൽപാത കൊച്ചി പിഴുതെറിഞ്ഞില്ലേ? നാഷണൽ ഹൈവേ വികസനം നിന്നില്ലേ? ഇപ്പൊ ആലോചിക്കുന്നത് സർക്കാർ സ്കൂളുകൾ ഇങ്ങനെ വേണോ? സർക്കാർ ആശുപത്രി പരസ്യമായ മുരളീധരൻ പറഞ്ഞു നിപ്പ വന്നു. വേറെ എന്തൊരു വലിയ പങ്കില്ല. ശിഖല ആൾക്കാർ പടഞ്ഞുകൊണ്ട് മരിക്കാൻ തുടങ്ങി. നിപ്പ പനി വ്യാപിച്ചാൽ ആൾക്കാർ പടഞ്ഞുകൊണ്ട് മരിക്കും, കരുതലില്ല. തർക്കെന്താ? അതിന് ഡയറക്ടർ ഒരു വനിതാ ഡോക്ടറാണ്. അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സ്ഥിതി. അവരെ മാറ്റി ഇന്നിപ്പോ വീണ്ടും തീരുമാനം മാറ്റി. രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ വേണം? ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആശുപത്രിയിൽ മരത്തിക്കാരും ആവശ്യമായ സൗകര്യക്കാരും ഗവൺമെന്റ് ബാധ്യതയില്ലേ? പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് 25,000 രൂപ ഇൻഷുറൻസ് എല്ലാ കുടുംബത്തിനും. ഒരു പ്രഖ്യാപനമാണ്. ആർക്കാ ഇൻഷുറൻസ് പ്രീമിയം കൊടുക്കുക? സർക്കാർ ആശുപത്രിയല്ല. ഞങ്ങൾക്കില്ല ഇടപെട്ടതിന്. സർക്കാർ ആശുപത്രി വന്നപ്പോ, മെഡിക്കൽ കോളേജ് സ്വരം വന്നപ്പോ, ജില്ലാ ആശുപത്രിയിലെ ഹാർട്ട് സെക്രട്ടറി വന്നപ്പോ ഇവിടുത്തെ പ്രമാണികർക്ക് വീഴ്ചില്ല. അവരെല്ലാം ഈ സർക്കാരെ ശത്രുപാളയത്താക്കി തകർക്കാൻ ശ്രമിച്ചതിൽ അവരാണ് ഒന്നാമത്തെ കക്ഷി. കച്ചവടമാണ് മുതലാളിമാർക്ക്. ഞങ്ങൾ പറയും മുതലാളിത്തത്തിന് സ്വഭാവം എല്ലാം കച്ചവടമാണ്, ലാഭമാണ്. അമേരിക്കൻ കമ്പനി ബ്ലാക്ക് സ്റ്റോൺ, അമേരിക്കൻ കമ്പനിക്കാരും വന്ന് വാങ്ങി എല്ലാ ആശുപത്രിയും. അപ്പോളോ ആശുപത്രി വാങ്ങി, ലിസി ആശുപത്രി വാങ്ങി, നമ്മുടെ കേരളത്തിലെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രി, ബേബിമാർ ആശുപത്രി വാങ്ങി. ഇതെല്ലാം വാങ്ങി അവരെ കയ്യിൽ കരാറാക്കിയിരിക്കുന്നു. നമ്മൾ ആഫ്റ്റർ മിൽസ് ആശുപത്രിയും വാങ്ങും. കാസർഗോട്ടെ എല്ലാ ആശുപത്രിയും വാങ്ങും. 1400 ആശുപത്രി പൂട്ടി കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ. സർക്കാർ ആശുപത്രി വന്നപ്പോൾ സ്വകാര്യ ആശുപത്രി ഒരാളില്ല. അപ്പോൾ ആശുപത്രി പൂട്ടി, ക്ലിനിക്ക്. ബ്ലാക്ക് സ്റ്റോണിന്റെ കമ്പനി നോക്കുകയാണ് എങ്ങനെയാണ്. അതാണ് BD സതീശിന്റെ പാർട്ടി വരുന്നില്ല ഡീല്. 25,000 ഇൻഷുറൻസിന് പ്രീമിയം കൊടുക്കുക സ്വകാര്യ ആശുപത്രിക്കാണ്. നമുക്കൊരു നമ്മുടെ വിഹിതം കൊടുത്ത് സ്വകാര്യ ആശുപത്രിക്ക് പ്രീമിയം കൊടുക്കും. സ്വകാര്യ ആശുപത്രിക്കാരൻ ഇപ്പം തന്നെ തരുന്നുണ്ടോ? കാരുണ്യ പദ്ധതി, നമ്മുടെ ഇൻഷുറൻസ് പദ്ധതിക്ക് പോയാൽ സ്വകാര്യ ആശുപത്രിക്കാരൻ ഞങ്ങളുടെ പദ്ധതിയില്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ വലിയ വലിയ പ്രതിസന്ധിയിലാവാൻ വേണ്ടി പോകും. ഒരാളെ തുടങ്ങി ഒറ്റ കാര്യമുള്ളൂ. അടിയനെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കണം. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിക്ക് വേണ്ടി വാദിച്ച ജഡ്ജിയെ വക്കീലിനെ നമ്മുടെ ഗവൺമെന്റ് വക്കീലാക്കി ദേവസ്വം ബോർഡ് നിയമിക്കണം. ആലോചിച്ച് നോക്കാം. കള്ളന്റെ കേസ് വാദിക്കുന്ന വക്കീലിനെ ആരാണോ വാദി, ആ വാദിയുടെ വക്കീലായി നിയമിച്ചു. ഇന്നലെ പിൻവലിച്ചു, രണ്ടും പിൻവലിച്ചു. ഇനിയിപ്പോ ഇത് രണ്ടാമത് നടക്കുന്നുണ്ട്. ആഭ്യന്തര വകുപ്പ് മന്ത്രി ഓഫീസിൽ ഭൂലോക റൗഡി, ഏറ്റവും നന്നായി ലഹരി കള്ളക്കടത്ത് നടത്തുന്ന ഒരാള് കേസിൽ പ്രതി. ലഹരി കള്ളക്കടത്ത് കേസിൽ ഇപ്പോഴും കേസുള്ള ഒരു പ്രമാണിയെ ആഭ്യന്തര മന്ത്രി പേഴ്സണൽ സ്റ്റാഫ് നിയമിച്ചിരിക്കുന്നു. എങ്ങോട്ടായി ഗവൺമെന്റ് പോകുന്നത്? പോലീസ് ഉദ്യോഗസ്ഥർ ഞങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവില്ല. എന്തായിരിക്കും രാജ്യത്തെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട പ്രശ്നം? ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട വിഭാഗമാണ് പോലീസ്. ആ പോലീസ് നിയന്ത്രിക്കുന്ന ആഭ്യന്തര മന്ത്രി ഓഫീസിൽ നാട്ടിലെ പ്രമുഖ ലഹരി കള്ളക്കടത്തുകാരനും മാഫിയ സംഘത്തിന്റെ തലവനും കേസിൽ പ്രതിയാള് പ്രൈവറ്റ് സെക്രട്ടറിയായി ഇവിടുത്തെ SP സമ്മതിക്കോ? ഇവിടെ CA സമ്മതിക്കോ? പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ ഇവർക്ക് ചെയ്യാതിരിക്കാൻ സാധിക്കോ? ഈ രാജ്യം എങ്ങോട്ടാ പോകുന്ന കാര്യത്തിന് ഏറ്റവും ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. അക്ഷരാർത്ഥ ജനങ്ങളുടെ താല്പര്യത്തെ സംബന്ധിച്ച് ഒരു അക്ഷരം പെടുന്നില്ല. 62 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുത്തപ്പോൾ ഞങ്ങൾ പരിഹരിച്ചു. എന്റെ പണമല്ല. എലക്ഷൻ കമ്മിറ്റിയിൽ വോട്ട് ചെയ്തപ്പോൾ ഒരു കാരണത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അഹങ്കരിക്കുന്നത്? ഞങ്ങളുടെ പണമല്ലേ നിങ്ങൾ തന്നത്? അളപ്പോ നിങ്ങളുടെ പണം തന്നെയാണ് തന്നത്. തരാനൊരു മനസ്സുണ്ടായില്ല ഗവൺമെന്റ് വന്നു. ഇപ്രാവശ്യം പെരുന്നാൾ ആർക്കും കിട്ടിയോ പെൻഷൻ? കഴിഞ്ഞ 10 വർഷത്തിനും എല്ലാ ആഘോഷത്തിനും കൃത്യമായി പെൻഷൻ കൊടുത്ത സംസ്ഥാനം കേരളം. പല്ലില്ലാത്ത മുള കാട്ടിച്ചിരിക്കുന്ന അമ്മമാരുടെ ഫോട്ടോ നമ്മൾ പത്രത്തിൽ കണ്ടില്ലേ? ഇത്തവണത്തെ പെരുന്നാളിന് പെൻഷൻ കൊടുത്തില്ല. പ്രിയപ്പെട്ടവരെ, ആ പെൻഷനും അവർ നിർത്തും. 18 മാസക്കാലം
600 രൂപ പെൻഷൻ പിടിച്ച് എടുത്തിയ നേതാവാണ് കോൺഗ്രസിന്റെ നേതാവെന്ന കാര്യം നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി സാധിക്കില്ല. ഈ നാടിനെ വലിയ സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും പാതയിലേക്കാണ് ഇവർ തള്ളിവിടുന്നത്. ഇവിടെ ഈ പാവപ്പെട്ട ഇവർക്ക് മുതലാളിയില്ല, മനസ്സിലാക്കിക്കോളൂ. ഇവർക്ക് മുതലാളിയില്ല, ഇവർക്ക് ശമ്പളം കൊടുക്കുന്ന ആളില്ല, ഇവർക്ക് ബോധപ്പെട്ടില്ല, ഇവർക്ക് ക്ഷാമത്തില്ല, ഇവർക്ക് ബോണസ് ഇല്ല, ഇവർക്ക് ലീവ് വേസ് ഇല്ല, പ്രസവ ആനുകൂല്യമില്ല, യാത്രാ ഭത്തയില്ല, ആരോഗ്യ സംരക്ഷണം ഇല്ല. ആകെയുള്ള ഒരു ക്ഷേമനിധിയാണ് ക്ഷേമനിധി. ആ ക്ഷേമനിധി ഇതൊന്ന് ആലോചിക്കണം. ആ ക്ഷേമനിധി നല്ല ക്ഷേമനിധിയാണ്. തൊഴിലാളി വിഹിതം, ഉടമ വിഹിതം, എല്ലാ ആനുകൂല്യം കൊടുക്കുന്ന ക്ഷേമപദ്ധതി. അഭിമാനത്തോടെ ഞാൻ പറയും. 9,000 രൂപ പെൻഷൻ വാങ്ങുന്ന ഡ്രൈവർമാർ ഈ കാസർഗോഡുണ്ട്. 4,500 രൂപ പെൻഷൻ വാങ്ങുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ ഈ കാസർഗോഡുണ്ട്. അങ്ങനെ കേരളത്തിലെ ലക്ഷക്കണക്കായ തൊഴിലാളിക്ക് ആശ്വാസം വരുന്ന ക്ഷേമ പദ്ധതി പ്രിയപ്പെട്ടവരെ ഈ സർക്കാർ വന്നപ്പോൾ പൊളിക്കാണ്. ഇന്നലെ കുഞ്ഞാവ് തുടങ്ങി 15 വർഷത്തേക്ക് ഒന്നാകപ്പുറമെ ടാക്സ് എടുക്കുന്നവർക്ക് ക്ഷേമനിധി അടക്കേണ്ടതില്ല. ആ ഉത്തരവ് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഉത്തരവ്. ട്രാൻസ്പോർട്ട് കമ്മീഷൻ, ട്രാൻസ്പോർട്ട് സെക്രട്ടറി, ട്രാൻസ്പോർട്ട് മന്ത്രി, യൂണിയൻ നേതാവ്, നമ്മുടെ ചെയർമാനായിരുന്ന CK ഹരികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഉദ്യോഗസ്ഥന്മാർ ഇതുണ്ടാക്കിയ കരാറാണ്. നിയമമില്ല, ശരിയാ, കേന്ദ്ര നിയമത്തിലില്ല. കേസ് അടക്കാൻ പാടൂ ഒരു ധാരണയാണ്. ഈ പാവപ്പെട്ട തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ തീരുമാനമാണ്. അതിൽ ഒപ്പിട്ടതാണ് ഇപ്പൊ ഇന്നത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ. മുഖ്യമന്ത്രി അന്നത്തെ ട്രാൻസ്പോർട്ട് നിർദ്ദേശത്തിനനുസരിച്ചാണ് അദ്ദേഹം ചെയ്തത്. രാഷ്ട്രീയ നയമാണ്. ഈ പാവപ്പെട്ടവർക്ക് വേറൊന്നുമില്ലല്ലോ, നിയമവേദനമില്ല, ഒരു സംരക്ഷണം, ആളുകളുടെ ക്ഷേമതയല്ലേ, അത് നന്നായി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ തീരുമാനം രാഷ്ട്രീയ മുഖ്യമന്ത്രി എടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇന്നലെ എനിക്ക് ഉത്തരവ് എന്താ പറയുന്നത്? ഞാൻ ട്രാൻസ്പോർട്ട് മുഖ്യമന്ത്രി ഉത്തരവ്, ട്രാൻസ്പോർട്ട് കമ്മീഷൻ മാത്രം ഉത്തരവിറക്കി. ഇത് നിലവിലുള്ള മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ പറയുന്നില്ല. അതുകൊണ്ട് 15 വർഷം മൊത്തത്തിൽ ടാക്സ് അടക്കുന്ന പുതിയ വണ്ടി രജിസ്റ്റർ ചെയ്യുമ്പോൾ 15 വർഷത്തെ രജിസ്റ്റർ ചെയ്യുന്ന വണ്ടികൾക്ക് ഇത് നിർബന്ധമാക്കരുത്. അതിന്റെ അർത്ഥം ഇനി മുതൽ ടാക്സ് അടക്കാൻ ഈ പറഞ്ഞ ക്ഷേമനിധി അടക്കേണ്ടതില്ലെന്നില്ലേ പച്ചമലയാളം? നമ്മുടെ ക്ഷേമനിധി നിങ്ങൾ ഉപയോഗിക്കരുത്, അത് പൊളിക്കരുത്. അത് ഞങ്ങളുടെ ആത്മാവാണ്, ഞങ്ങളുടെ ഭാവി ജീവിതമാണ്. കുട്ടി SLC 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ബാഗ് കൊടുത്തുകൊണ്ടിരിക്കുക, സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. പെൺമക്കളുടെ വിവാഹത്തിന് 40,000 രൂപ, ആൺമക്കൾക്ക് കിട്ടും 40,000 രൂപ കൊടുക്കും. അപകടത്തിൽപ്പെട്ടാൽ 2 ലക്ഷം രൂപ സൗജന്യമായി കൊടുക്കും. ഞാൻ സൂചിപ്പിക്കുന്നത് മറ്റൊരു ആരോഗ്യ തൊഴിലാളിക്കില്ലല്ലോ. എവിടെ നിന്ന് വായ്പ വാങ്ങിയിട്ടല്ലേ വണ്ടി ഓടിക്കുന്നത്? 15 വർഷം പഴക്കമുള്ള വാഹനം പൊളിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ വലിയ ബഹളം വെച്ചപ്പോൾ 22 കൊല്ലം വരെ കേരളത്തിൽ പൊളിക്കുന്നത് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, അടുത്ത അപകടം വരാൻ വേണ്ടി പോകുന്നു. സർക്കാർ കഴിഞ്ഞ ദിവസം കിട്ടിയ വിവരം, കേരളത്തിലെ സർക്കാർ വണ്ടികൾ, പോലീസ് വണ്ടി, ആരോഗ്യവകുപ്പിന്റെ വണ്ടി, സർക്കാർ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ വണ്ടികളും 15 വർഷത്തിന്റെ എണ്ണം എടുത്ത് പൊളിക്കാൻ വേണ്ടി പോകും. 1ാം ഘട്ടം. അതിന്റെ അർത്ഥം കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ച് 22 വർഷം സസ്പെൻഡ് ചെയ്യും. വീണ്ടും നമ്മുടെ 15 വർഷം പഴക്കമുള്ള ഓട്ടോറിക്ഷയും ടാക്സിയും ബസ്സും എല്ലാം കത്തിക്കും. കച്ചവടം ആരോഗ്യ വാഹന നിർമ്മാണ കമ്പനിയായിട്ട് ബന്ധപ്പെടുക. കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ മാർക്കറ്റിൽ ചെലവഴിയുണ്ട്. അങ്ങനെ ചെലവഴിക്കുന്ന നിലവിലുള്ള വാഹനം ഇപ്പൊ 13% വന്നതുകൊണ്ട് 13% വർദ്ധനവുള്ളൂ. അങ്ങനെ എണ്ണം കുറച്ചാൽ മാത്രമേ വൻകിട ഓട്ടോമൊബൈൽ വ്യവസായികൾക്ക് വാഹനം വിൽക്കാൻ സാധിക്കും. അത് കരാറായി. ഇപ്പൊ സ്വാഭാവികമായി ഇനി വീണ്ടും തീർത്ഥമായ സമരം അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടി. ഇവിടെ ഞങ്ങൾ പറയുന്നത് ഓട്ടോ ടാക്സി വ്യവസായം സംരക്ഷിക്കണമെങ്കിൽ ഞങ്ങൾ ലക്ഷക്കണക്കായ തൊഴിലാളികൾ ജീവിക്കണം. സാധാരണക്കാരുടെ ജീവിത പ്രയാസം വർദ്ധിക്കും. കാർഷിക മേഖലയിൽ പ്രതിസന്ധി ഉണ്ടാവും. ഇല്ല, വിസാഖയിൽ കൊണ്ടിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായും ഓട്ടോ ടാക്സി ചാർജ് നിയോഗിച്ച് പരിഷ്കരിക്കണം. കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണം. 1. 2, ഞാൻ പൊതുയാത്രാ സംവിധാനവുമായി ബന്ധപ്പെട്ടില്ല. ഇവർ വണ്ടി ഓടിക്കുന്നത് ഇവരെ വീട്ടുകാര്യത്തിനല്ല. ഇവർ വണ്ടിയുമായി റോഡ് വന്നതിൽ കയറുന്നത് പൊതു ആവശ്യത്തിന് വേണ്ടി ജനങ്ങളാണ് യാത്ര ചെയ്യുന്നത്. അങ്ങനെ പൊതു യാത്രാ സംവിധാനം ഒരുക്കാൻ ഈ തൊഴിലാളി എല്ലാവർക്കും കൂടുതൽ പറയുന്നതിനാണ് പച്ച മലയാളം. സബ്സിഡി കൊടുക്കുന്നത് സ്വകാര്യ വാഹന ഉടമകൾക്ക് തൽക്കാലം കൊടുക്കണ്ട. ഈ പറയുന്ന ടാക്സി വാഹനങ്ങൾ ഓടിക്കുന്ന, ഓട്ടോറിക്ഷ വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് സബ്സിഡി കൊടുത്തൂടെ? ഒരു ന്യായമായ സബ്സിഡി, ഒരു ലിറ്ററിന് മേൽ 200-300 രൂപ കുറച്ച് കൊടുത്താൽ എന്താ ബുദ്ധിമുട്ട്? നിങ്ങൾക്ക് ഞങ്ങൾ രക്ഷിക്കണമെന്ന് താല്പര്യമുണ്ടായി. ആ ഡിമാൻഡ് ഞങ്ങൾ ഉന്നയിക്കുക. ഇത് തികച്ചും ന്യായമായ ആവശ്യമാണെന്ന കാര്യം വരക്കെ ഈ സമൂഹം 4.25 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ട് ഞങ്ങളുടെ സംഘടനത്തിൽ കേരളത്തിൽ. ഞങ്ങളെല്ലാം ചേർന്ന് ജൂലൈ മാസം 7-ാം തീയതി ഈ കലക്ടറേറ്റ് മുമ്പിൽ ഈ ജില്ലക്കകത്തെ മുഴുവൻ തൊഴിലാളികൾ മണിനിർത്തി വീണ്ടും സമരം നടത്താൻ പോകും. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുമ്പിൽ 10,000 വരുന്ന തൊഴിലാളികൾ, ഒരു മിനിമം 5,000 തൊഴിലാളികൾ ഉദ്ദേശിക്കുന്നത്. 4.25 ലക്ഷത്തെ കൊണ്ടുവരാൻ ആവത്തോടല്ല. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും
ഞങ്ങൾ പദയാത്രകൾ നടത്തും, പന്തംകൊളുത്തി പ്രവർത്തനം നടത്തും. നടത്തിയാൽ നിങ്ങൾ ഊഹിച്ചാൽ മതി, കേരളത്തിലെ ഓട്ടോത്തൊഴിലാളി പണിമുടക്കിയാൽ സതീശനും ഈ പറഞ്ഞ മന്ത്രിമാരൊന്നും പുറത്തിറക്കില്ല. ഒരു പോലീസിനെ ഞങ്ങൾ മാറ്റാൻ സാധിക്കില്ല. ഏത് പേരെടുത്ത് ഞങ്ങൾ മാറ്റുക? നാഷണൽ ഹൈവേക്കകത്ത് ഞങ്ങളുടെ വണ്ടി വെച്ച് താക്കോൽ കൂടെ ഞങ്ങൾ പോയാൽ ഏത് പോലീസ് എടുത്ത് മാറ്റുക? പണിമുടക്കി വീട്ടിലിരിക്കല്ല, ഭീഷ്ടമായ സമരമാണ് ഞങ്ങൾ ആലോചിക്കാൻ വേണ്ടി പോകുന്നു. ജനജീവിതം സ്തംഭിക്കും. അവിടെ കാര്യങ്ങൾ എത്തിക്കാതെ തികച്ചും ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ഞങ്ങൾ വെക്കുന്നത് അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എങ്കിൽ ഇനിയെങ്കിലും പെട്രോൾ ഡീസലിന്റെ വിലയും പെട്രോളിന്റെ വില വർധനവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തുകൊണ്ടാണ് അങ്ങനെ വില വർദ്ധിക്കാനുണ്ടായ സാഹചര്യം എന്നൊന്ന് പുനഃപരിശോധന നടത്തണം. മുഴുവൻ തൊഴിലാളികളും അത് മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്ത് ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർധനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ എടുത്ത തീരുമാനമെടുക്കുമ്പോൾ പറഞ്ഞത് ആരും മറന്നു പോകരുത്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിക്കുമ്പോൾ അതിന് വർദ്ധിക്കുമെന്നും കുറയുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഒരു കണക്കെടുത്ത് നോക്കട്ടെ, 2014 ശേഷം മാത്രമുള്ള കണക്കെടുത്ത് നോക്കിയാൽ എത്രയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന്റെ വില വർദ്ധിച്ചിട്ടുള്ളത്? എപ്പോഴെല്ലാമാണ് വർദ്ധിച്ചിട്ടുള്ളത്? എന്തായിരുന്നു ഇന്ത്യ രാജ്യത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യം? കുറെ അങ്ങോട്ടേക്ക് പോകേണ്ട 3 വർഷക്കാലം മുമ്പ് തന്നെ 256 രൂപ ഡീസലിന് കാസർഗോഡ് പട്ടണത്തിൽ വിതരണം നടത്തുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ $122 വരെ വില വർദ്ധിച്ച സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ കാലം കുറെ പഴയതാണ്. എന്നാൽ 2024-23 ക്രൂഡ് ഓയിലിന്റെ വില $66 കുറഞ്ഞപ്പോഴെങ്കിലും ഇവിടെ വില കുറയ്ക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് എന്നതിന്റെ കാര്യം നേരത്തെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രാജേട്ടൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. കേന്ദ്ര ഗവൺമെന്റിന്റെ കൈകളിലല്ല ഈ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതും അതിന്റെ ലാഭമെല്ലാം നാമമാത്രമായ എണ്ണ കമ്പനികളാണ് ചെയ്യുന്നതെന്നും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ വ്യവസായത്തെയും തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് മുമ്പിൽ ഓട്ടോറിക്ഷ നിരക്കുമായി ബന്ധപ്പെട്ട വലിയ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയുണ്ടായി. ആ നിർദ്ദേശം ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുന്ന സമയത്താണ് കേരളത്തിനകത്ത് ഒരു തെരഞ്ഞെടുപ്പ് സംജാതമായത്. ആ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം വീണ്ടും നമ്മൾ ഈ കലക്ട്രേറ്റിന് മുമ്പിലേക്ക് വരുന്നതിന് മുമ്പേ ഗ്രാമങ്ങളിൽ ഇത്തരം സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ ഗവൺമെന്റിന് മുമ്പിൽ നമ്മൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഈ തൊഴിലാളികളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനമുണ്ടാകും. ഓട്ടോറിക്ഷ ചാർജ് വർധനവ് എന്ന് നമ്മുടെ അവസാനത്തെ ആവശ്യമില്ല. നമ്മൾ ആദ്യം ഉന്നയിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുക, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ടാക്സി തൊഴിലാളികൾക്ക് സബ്സിഡിയോടുകൂടി മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാറിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം. മണ്ണിലോ അല്ല വിണ്ണിലോ അല്ല നെഞ്ചിലാണ് എന്റെ ചെങ്കൊടി. ജീവിതം തന്നു പോയവർ അന്ന് ചോരയിൽ തീർത്ത എന്റെ ചെങ്കൊടി. ഓർമ്മയിൽ എത്രയോ ഓർമുഖം ഞങ്ങളിൽ ജ്വാലകൾ തീർത്തിടുന്നു ലാൽസലാം. നെഞ്ചിലെ താളവും ഈ കുലാബിനോളവും ഒത്തുചേർന്നു ഒന്നുപോലെ ലാൽസലാം. അന്ന് ചങ്കുറപ്പിനുള്ളിലായി ചേർത്തുവെച്ച ചെങ്കൊടി ചന്തമോടെ പാലിടുന്നു നല്ല നാടിനാ. ലാൽസലാം 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 ലാൽസലാം.
മഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ സിറ്റി ഗോൾഡിൻ സ്വർണ്ണനിലാവല്ലേ City Gold, Gold and Diamonds, Kerala and Karnataka, the glow of purity. വീടായാലും ഇൻഡസ്ട്രിയലായാലും ബിസിനസ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതപരമായ സ്ഥാപനങ്ങളോ ആണെങ്കിലും വയറിംഗ് വർക്കുകൾ HT LT കണക്ഷൻ എന്നിവയ്ക്ക് ഗവൺമെന്റ് ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ തന്നെ ഏൽപ്പിക്കണം. പണി കമ്മിറ്റ് ചെയ്ത സമയത്ത് തന്നെ തീർത്തു തരും. കൂടാതെ നിങ്ങളുടെ സ്ഥാപനത്തിൽ അനുമതിയില്ലാതെ ജനറേറ്റർ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ പള്ളങ്ങോട് ഇലക്ട്രിക്കൽ വർക്സിനെ ഏൽപ്പിച്ചോളൂ. എല്ലാവിധ പേപ്പർ വർക്കുകൾ സഹിതം ഉത്തരവാദിത്തത്തോടെ തന്നെ വർക്ക് പൂർത്തിയാക്കാം. കോൺടാക്ട് ചെയ്യൂ 9496 200 200 9497 500 600. മറിയം ബോഡി ലോഷന് വെല്ലുന്ന ഒരു ലോഷൻ നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനെ കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.